SSLC Mathematics Chapter 5 ആയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ആദ്യത്തെ ചോദ്യം, സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 26/5. ദ നമ്പർ ഈസ്. സം ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെയും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സം എന്ന് പറയുന്നത് 26/5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്, എക്സും 5ഉം. ആ 5നെയും എക്സിനെയും ആ ഒരു ഫ്രാക്ഷൻ കളയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, 5x എന്ന് ഞാനിവിടെ എഴുതി. 5xനെ x+1/x ആയിട്ട് ഇൻറ്റു ചെയ്തു. ഇവിടെ 5x ആയിട്ട് ഇൻറ്റു ചെയ്താൽ ഇവിടെയും 5x ആയിട്ട് ഇൻറ്റു ചെയ്യണം. 26/5 ആയിട്ട് ഇൻറ്റു. ഇനി 5xും എക്സും 5x², 5x + 1/x, 5x/x equal to 26/5 into 5x. ഇവിടെ നോക്കി, എക്സും എക്സും കട്ടാവും, 5ഉം 5ഉം ഇവിടെ കട്ടാവും. എനിക്ക് ഡിനോമിനേറ്റർ കിട്ടി. അടുത്ത ഇക്വേഷൻ ഇങ്ങനെ വരും, 5x + 5 equal to 26x ആണ്. 26x. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സാധാരണ, 5x² ഈ 26x ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ -26x + 5 = 0. ഇനി എന്താണ്, ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 26 മാത്രമാണ് 5ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ. അപ്പൊ അതിനെ 5ന്റെ മൾട്ടിപ്പിൾ ആക്കിയാലോ, എങ്ങനെ ആക്കാം, 5x² - 26x എന്ന് പറഞ്ഞാൽ എന്താണ്, 25x - x ആണല്ലോ 26x എന്ന് പറയുന്നത്, +5 = 0. എന്തൊരു ഇക്വേഷൻ കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ 5x² - 25x - x + 5. ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഇവിടെ 5xനെ കോമൺ ആയിട്ട് എനിക്ക് പുറത്തേക്ക് എടുത്തു. 5xനെ കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു, എന്ത് വരാം, x - 5 എന്നെഴുതാം അല്ലെ. ഇതിനെ എനിക്ക് കോമൺ ആയിട്ട് എഴുതാം. പിന്നെ ഇവിടെ എന്തുണ്ട്, -x + 5 കൂടി ഉണ്ട്. ഈ -x + 5 എങ്ങനെ എഴുതാം, -1 എടുത്തു എന്നിട്ട് x - 5 എന്ന് എഴുതാലോ എനിക്ക് അല്ലെ. -1 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് x - 5, -1 into മൈനസ് എന്ന് പറഞ്ഞാൽ +5 ആണ്. ഈ ഒരു ഇക്വേഷനെ ഞാൻ എങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി. ഈ ഒരു വലിയ ഇക്വേഷനെ ഞാൻ എങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ഇവിടെ 5x into x - 5 -1 into x - 5. ഇവിടെ x - 5ഉം x - 5 ഇവിടെ കോമൺ ആണല്ലോ. x - 5ഉം x - 5 കോമൺ ആണ്. എന്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഈ 5xനെയും -1നെയും പുറത്തേക്ക് എടുക്കാമല്ലോ. 5x - 1 into x - 5 = 0. അപ്പോൾ 5x - 1 into x - 5 = 0. ഒന്നെങ്കിൽ 5x - 1 0 ആവണം, അല്ലെങ്കിൽ x - 5 0 ആവണം. അപ്പോൾ x എന്തായിരിക്കും വരിക, അപ്പോൾ 5x - 1 0 ആവാം, അല്ലെങ്കിൽ x - 5 0 ആവാം. ഇതിലേതെങ്കിലും ഒരെണ്ണം 0 ആയാലാണ് വരിക, ഇക്വേഷൻ 0 ആവാം. അപ്പോൾ 5x - 1 ആണ് 0 ആവുന്നതെങ്കിൽ x എന്തായിട്ടും വരിക,
5x equal to minus 1 equal to 1. x എന്ന് പറയുന്നത് ഇവിടെ 5 into x ആണല്ലോ 5 1/5. x എന്ന് പറയുന്നത് 1/5 ആവാം, അല്ലെങ്കിൽ എന്താവാം x minus 5 0 ആവാം. x minus 5 equal 0 എന്ന് വെച്ചാൽ x എന്താവാം 5 ആവാം. അപ്പോൾ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 26/5 ദ നമ്പർ ഈസ്. ഇപ്പൊ നമ്പർ ഏതാ? നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 5 അല്ലേ വരാൻ പറ്റുള്ളൂ. 5 ആണെന്ത് അവിടുത്തെ ആൻസർ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ ആണല്ലോ 1/5. അപ്പൊ 5 അല്ലേ ഉത്തരം നമ്മുടെ 5 കറക്റ്റ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Solution of the equation x minus 1 whole square equal to 100. x minus 1 whole square equal to 100 എന്നതിന്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. x minus 1 whole square equal to 100. സ്ക്വയർ കളയാലോ നമുക്ക്. ഈ വശത്തെ ഉള്ളിൽ നമുക്ക് x കിട്ടാം. ഇനി സ്ക്വയർ കളയാം. ഇതിന്റെ റൂട്ട് എടുക്കാം. റൂട്ട് ഓഫ് x minus 1 whole square equal to, ഇവിടെ റൂട്ട് എടുത്താൽ ഇവിടെയും റൂട്ട് എടുക്കാം. റൂട്ട് 100 പ്ലസ് ഓർ മൈനസ് റൂട്ട് 100 വരും. ഇനി റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ, റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ എന്താണ്? ഉള്ളിലത്തെ നമ്പർ മാത്രമായിട്ട് വരും. എക്സ് മൈനസ് വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 100 എത്രയാണ്? 10 ആണ്. ഇപ്പൊ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് പ്ലസ് 10 ആവാം മൈനസ് 10 ആവാം. അപ്പൊ ഞാൻ ആദ്യം പ്ലസ് 10 എന്താവാന്ന് നോക്കുന്നു. എക്സ് മൈനസ് 1 ഈക്വൽ ടു 10 ആവുകയാണെങ്കിൽ എക്സ് എന്താവും? 11 ആവും. ഇനി എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 10 ആണെങ്കിൽ എന്താവാം? എക്സ് ഈക്വൽ ടു എന്താവും? മൈനസ് 9 എന്ന് വരും. മൈനസ് 10 പ്ലസ് 1 മൈനസ് 9. ഒന്നെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 11 ആവാം, അല്ലെങ്കിൽ മൈനസ് 9 ആവാം. 11 മൈനസ് 9 എവിടെ ഉണ്ടോ? ഓപ്ഷൻ ബി. ഡി എന്ന് പറയുന്ന ഓപ്ഷനിലും 11 മൈനസ് 9, പക്ഷെ ഇവിടെ ഒരു ബ്രാക്കറ്റ് പോലെ ചെറുതായി കാണുന്നുണ്ട്. അപ്പൊ അത് മിസ്റ്റേക്ക് ആവാം. അപ്പോ ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല, പകരം ബി എന്നുള്ള ഓപ്ഷൻ എടുക്കാം. 11 മൈനസ് 9. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A small square is drawn inside a big square as shown in the figure. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ വലിയ സ്ക്വയറിന്റെ ഉള്ളില് ചെറിയൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. The space between the square is 2 and area of the inner square is 81. ഈ സ്ക്വയറുകൾ തമ്മിലുള്ള സ്പേസ് എത്രയാണ്? 2 ആണ്. 2 യൂണിറ്റ്സ് ആണ്. ഇന്നർ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്ന് പറയുന്നത് 81 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ സൈഡ് ഈ സ്ക്വയറുകൾ തമ്മിലുള്ള ദൂരം 2 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സൈഡ് 2 യൂണിറ്റ്സ് ദൂരാണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? 2 യൂണിറ്റ്സ് തന്നെ ആയിരിക്കില്ലേ? കാരണം അത് സ്ക്വയർ അല്ലേ. ഇവിടെയും 2 യൂണിറ്റ്സ് ആണ്, ഇവിടെയും 2 യൂണിറ്റ്സ് ആണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? The side of the outer square is, ഔട്ടർ സ്ക്വയർ പുറമേ ഉള്ള സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കാം. ആദ്യം അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാം അല്ലെ. ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് കിട്ടണം. എന്നിട്ട് ഈ രണ്ടും കൂട്ടിയാൽ നമുക്ക് കിട്ടില്ലേ പുറമേലത്തെ വലിയ സ്ക്വയറിന്റെ നീളം. ഈ ഒരു സൈഡിന്റെ നീളം എത്രയാണെന്ന് നമുക്ക് കിട്ടില്ലേ. അതിനെന്ത് കിട്ടണം? ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡും പിന്നെ ഈ 2ഉം ആഡ് ചെയ്താൽ പറയാം ചെറിയ സ്ക്വയറിന്റെ അളവിന്റെ കൂടെ. അപ്പൊ ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് കിട്ടണം. നമുക്ക് എന്തറിയാം? ചെറിയ സ്ക്വയറിന്റെ ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? എ സ്ക്വയർ ആണ് അല്ലെ. എ സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത്? ഏരിയ ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്നത് ഒരു സൈഡ് ആണെങ്കിൽ എ ഇൻറ്റു എ, അതാണ് എ സ്ക്വയർ. അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് അത് എത്രയാണെന്ന് അറിയാം. ചെറിയ സ്ക്വയറിന്റെ എ സ്ക്വയർ ഈക്വൽ ടു എത്രയാണെന്നറിയാം? 81 എന്നറിയാം. ഈ എ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പറയും. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് റൂട്ട് 81.
എ എന്ന് പറയുന്നത് എന്താവാം 9 ആവാം. -9 എന്ന് വരില്ലല്ലോ, +9 ആവാം, -9 ആവാം. 9 അല്ലേ വരാൻ പറ്റുള്ളൂ, മൈനസ് വരില്ലല്ലോ, സൈഡ് ഒരിക്കലും മൈനസ് ആയിട്ട് വരില്ല. എ എന്ന് പറയുന്ന നീളം എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഇനി വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 2 + 9 + 2 9 + 2 11 11 + 2 30. 13 യൂണിറ്റ്സ് ആണത് ഔട്ടർ സ്ക്വയറിന്റെ ഏരിയ ഔട്ടർ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ,